ഇന്ന് മുഖ്യദൂതന്മാരായ മിഖായേലിന്റെയും ഗബ്രിയേലിന്റെയും റഫായേലിന്റെയും തിരുനാൾ ദിവസമാണ്. ഇത് കർത്താവ് പിശാചിനെ തോൽപ്പിക്കാനുള്ള ഏറ്റവും വലിയ ആയുധം അവന്റെ രക്തം, അവന്റെ ബലി നമുക്ക് നൽകിയിട്ടുണ്ട്. ആ ബലിയോട് ചേർന്ന് സാക്ഷ്യത്തിന്റെ ജീവിതം ജീവിക്കുമ്പോൾ പിശാചിനെ, നാരകീയ ശക്തികളെ തകർക്കാൻ നമുക്ക് സാധിക്കും. ഈശോ അക്കംപ്ലിഷ് ചെയ്തതിനെ, ഈശോ സാധ്യമാക്കിയതിനെ നമ്മളിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുകയാണ് ആര് ചെയ്യുന്നത്? മാലാഖമാര് ചെയ്യുന്നത്. ദൈവത്തെ ചോദ്യം ചെയ്യുന്നവനെതിരെ യുദ്ധം പ്രഖ്യാപിക്കുന്നവനാണ് മിഖായേൽ. ഗബ്രിയേൽ ദൈവത്തിന്റെ ദൂത്, ദൈവതിരഹിതം ഭൂമിയെ അറിയിക്കുന്നവനാണ്. റഫായേൽ സൗഖ്യത്തിന്റെ വഴി കാട്ടുന്ന മാലാഖയാണ് റഫായേൽ. തീർച്ചയായും മാലാഖമാരുടെ ഒരു ബന്ധം ആവശ്യമാണ്. പക്ഷെ അങ്ങനെ വരുമ്പോഴും ഒരിക്കലും മറന്നു പോകരുത്, മിശിഹായാണ് കേന്ദ്രം. ക്രിസ്റ്റോസെൻട്രിക് ആണ് ഏഞ്ചലിക് മിനിസ്ട്രീസ്. മാലാഖമാരുടെ ദൗത്യം മിശിഹ കേന്ദ്രീകൃതമാണെന്ന്, മിശിഹായിലാണ് രക്ഷയെന്ന് എപ്പോഴും തിരിച്ചറിയണം. പിശാചിനെതിരെ നമ്മൾ ചെയ്യുന്ന പോരാട്ടത്തിൽ മിഖായേൽ മാലാഖയുടെ മാധ്യസ്ഥ്യം തേടണം. സ്വർഗത്തിന്റെ ദൂത് നമുക്കറിയാനും ദൈവത്തിരഹിതം മറ്റുള്ളവർക്ക് വെളിപ്പെടുത്തി കൊടുക്കാനും ഗബ്രിയേൽ മാലാഖയുടെ സഹായം തേടണം. റഫായേൽ മാലാഖ സൗഖ്യത്തിന്റെ മാലാഖയാണ്, യാത്രയുടെ മധ്യസ്ഥനാണ്. അപ്പോൾ നമ്മുടെ രോഗക്കടക്കയിൽ, രോഗാവസ്ഥയിൽ, യാത്രകളിൽ റഫായേൽ മാലാഖയുടെ മാധ്യസ്ഥ്യം തരണം. ഈ തിരുനാളിന്റെ മംഗളങ്ങൾ സ്നേഹപൂർവ്വം നേരുന്നു. പ്രത്യേകിച്ച് റഫായേൽ മാലാഖയുടെ തിരുനാൾ സീറോ മലബാർ സഭയുടെ പിതാവും തലവനുമായ റാഫേൽ തട്ടിൽ പിതാവിന്റെ ഫീസ്റ്റാണ്. അപ്പോൾ നമുക്ക് പിതാവിനെ പ്രത്യേകം പ്രാർത്ഥനയിൽ ഓർക്കാം. ഒപ്പം ഈ പേരുകാരായ മൈക്കിൾ, ഗബ്രിയേൽ, റഫായേൽ പേരുകാരായ എല്ലാവരുടെയും തിരുനാൾ ദിവസമാണ്. അവരെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുകയും ചെയ്യാം.